രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ സുധീഷ് കരയാണ്. സുഭാഷ് സുധീഷിൻ്റെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കും. സുധിയുടെ തലയിൽ തലോടുമ്പോൾ സുധി സങ്കടം കൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കണ്ട് നികേഷും വന്ന് കെട്ടിപ്പിടിക്കും. ഹരീഷ് കൂടെ അതിൽ ചേർന്ന് അവർ 4 പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. രാവിലെ വഴക്കിനെ ചൊല്ലി കാര്യങ്ങൾ സുധിയോട് ചോദിക്കുമ്പോൾ സുധി പറയും, ഒന്നുമില്ല ഏട്ടാ. നിധിയാണെങ്കിൽ ക്വസ്റ്റ്യന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. നികേഷ് നിധിയോട് വണ്ടി ഓടിച്ചതിനെ പറ്റി ചോദിക്കും. നിധി പറയും, അങ്ങോട്ട് ഞാൻ ഓടിച്ചത്, ഇങ്ങോട്ട് സുധീഷാണ്. എന്നാൽ ഇടത്തേക്ക് ഇനി മുതൽ സ്കൂട്ടറിൽ പോയിക്കൂടെ? നിധി പറയും, ലൈസൻസ് ഇല്ലല്ലോടാ. സുഭാഷ് സുധിയോട് പറയും, എടാ മോളുടെ ലൈസൻസ് വേഗം ശരിയാക്കി കൊടുക്കണേ. സുധീരാ ചെയ്യാട്ടാ. നിധിയുടെ അടുത്ത് സുധി സംസാരിക്കാൻ പോകുമ്പോൾ നിധി പറയും, നിങ്ങൾ പുറത്ത് കുറ്റബോധം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് നിങ്ങൾ സന്തോഷിക്കുകയാണ്. നിങ്ങൾ കാരണം ഈ വീട്ടിലുള്ളവർ കൂടി എൻ്റെ മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനൊന്നും പറയാത്തത്. സുധി പറയും, നിധി അങ്ങനെയൊന്നും അല്ല. നിധി പറയും, നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടാ എന്നെ അത്രയും നടത്തിച്ചത്. നിങ്ങളൊരു കള്ളനാണ്. സുധി പറയും, നിധിയുടെ ആധാർ കാർഡ് വേണം, ലൈസൻസിന് കൊടുക്കാനാ. നിധി വയ്ക്കും, ഇനി അതിലും എന്തെങ്കിലും കള്ളത്തിനുണ്ടോ? നിധി ഓഫീസിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് പോസ്റ്റ്മാൻ വരും. അയാൾ നികേഷിനോട് പറയും, ഒരു രജിസ്റ്റേർഡ് പോസ്റ്റുണ്ട്. നിധി വന്നിട്ട് അത് ഒപ്പിട്ട് വാങ്ങാണ്. തുറന്നു നോക്കുമ്പോൾ അതിൽ ആധാർ കാർഡാവും. നിധി പറയും, ഞാൻ ഇതിനൊന്നും അപേക്ഷിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്? ആ സമയത്ത് സുധി അവിടുന്ന് പരുങ്ങി കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നിധിക്ക് മനസ്സിലാവും. നിധി പറയും, സുധീഷൊന്നും ഇങ്ങോട്ട് വന്നേ, ഇതിപ്പോൾ ആര് ചെയ്തതാ? സുധീഷ് പറയും, ഞാൻ ചെയ്തതാ. നികേഷ് പറയും, ഏട്ടതി ഇതൊന്നും നോക്കി, ഇതിലെ പേരൊക്കെ മാറിയിട്ടുണ്ട്. നിധി സുധീഷ്, വൈഫ് ഓഫ് സുധീഷ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വരും. സുധീഷ് പറയും, ഇവിടുത്തെ അഡ്രസ്സ് ഉണ്ടെങ്കിലേ ലൈസൻസ് ശരിയാവും. തോമസ് ഏട്ടൻ പറഞ്ഞതാ അതിലെ അഡ്രസ്സ് മാറ്റിയാൽ മതിയെന്ന്. എന്തായാലും ഡിവോഴ്സ് ആകാൻ പോവല്ലേ, അത് കഴിഞ്ഞാൽ നിധിക്ക് ആ പേര് മാറ്റാലോ. നിധി അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ പോവാണ്. നികേഷ് പറയും, എടാ കള്ള, ലൈസൻസ് എടുക്കാൻ ആധാർ കാർഡിൻ്റെ പേരൊന്നും മാറ്റണ്ടല്ലോ, അത് അതിലുള്ള അഡ്രസ്സിൽ തന്നെ കിട്ടും. സുധീഷ് പറയും, അതൊക്കെ ശരിയാവും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാ. നിധിയുടെ പഴയ നമ്പറുള്ള ആളെ കണ്ടുപിടിച്ച് അയാളെയും കൂട്ടി അക്ഷര സെൻറ്ററിൽ പോയി OTP പറഞ്ഞു കൊടുത്ത് നിധിയുടെ പേര് മാറ്റി. ഇപ്പോൾ പേര് കണ്ടില്ലേ, നിധി സുധീഷ്. എന്തൊരു ചേർച്ചയാണല്ലേ. ജോലിയില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടി. നിധി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുധീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിധിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. സുധീഷ് നിധിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്തതും നിധി ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിധി ഓഫീസിലിരിക്കുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി വന്ന് പറയും, സിദ്ധാർത്ഥിന്ന് കുറച്ച് ദേഷ്യത്തിലാണ്, നിധിയോട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. നിധി ചോദിക്കും, ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റുണ്ടോ? എന്താ പറഞ്ഞത്? അവർ പറയും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് മറ്റുള്ളവരോട് പറയാറില്ല, നേരിട്ടാ പറയുക. നിധി അവിടെ വന്ന് സിദ്ധാർത്ഥിനോട് ചോദിക്കും, എന്താ സിദ്ധാർത്ഥ് വിളിച്ചതെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് പറയും, നിധി എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം തെറ്റാണ്. നിധി ചോദിക്കും, എന്താ? നിധിയുടെ തന്ന ആപ്ലിക്കേഷനിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടല്ലോ ഞങ്ങൾ പിറന്നാൾ അറിയാതെ പോയത്. ആ സമയത്ത് എല്ലാവരും കൂടെ ആ റൂമിലേക്ക് വരികയാണ്. സിദ്ധാർത്ഥ് പറയും, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് നിധിയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുകയാണ്. അടുത്ത തവണ നമുക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം. നികേഷും ഹരീഷും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതുവിൻ്റെ കോള് വരും. ഹരീഷ് ആ ഫോണും എടുത്ത് സംസാരിച്ചുകൊണ്ടാകും പോകും. നികേഷ് നിധിയോട് പറയും, കണ്ടില്ലേ ഹരീഷ് ഏട്ടനിപ്പോൾ ഭയങ്കര ഫോൺ വിളിയാണ്. നിധി പറയും, ഹരീഷ് എപ്പോഴെങ്കിലും അത് ചിരിക്കുന്നത് കാണുന്നത്, നീ ഇനി സ്പൈ ആയി അവൻ്റെ പിന്നാലെ പോകണ്ട. നീതു ഹരീഷിനോട് ജീവിതത്തിൻ്റെ ഓരോ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. ഹരീഷ് പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീതു പറയും, വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം, വർക്ക്ഷോപ്പ് പോകണം, അതല്ലേ. നീതു പറയും, ഈ ജെൻസി കാലത്ത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മക്കളൊന്നും വേണ്ട, പകരം പട്ടിക്കുട്ടികളെ വളർത്താം. മക്കളെ വളർത്തുന്ന അത്ര റിസ്ക്കും ഇല്ല, നമുക്ക് സ്നേഹിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യാം.